സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കാനാൻ ദേശത്തിലേക്ക് ഈ ഇസ്രായേൽ ജനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മോശയും അഹ്റോനും അവരെ നയിച്ചുകൊണ്ടിരുന്നു. അവരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ജോഷി അവരെ നയിക്കാൻ തുടങ്ങി. അപ്പൊ അവർ കാനാൻ ദേശത്തിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പട്ടണങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെ ജെറീക്കോ പട്ടണത്തിലെത്തി. ഇസ്രായേൽ ജനം അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഈ ജെറീക്കോയിൽ ഉള്ളവരെന്ത് ചെയ്തു? വലിയൊരു അവരുടെ കോട്ടയുണ്ട്. ഈ കോട്ടവാതിൽ കണ്ടുകൊണ്ട് പണ്ടത്തെ രാജാക്കന്മാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു കോട്ടയുണ്ടാവും. ആ വാതിലൂടെ മാത്രമേ ഇവർക്ക് ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ. ഇസ്രായേൽ ജനം വരുന്നുണ്ടെന്ന് കേട്ട് ഈ കോട്ടയുടെ വാതിലങ്ങ് അടച്ച്. പിന്നെ ആർക്കും ഈ രാജ്യത്തിന്റെ പുറത്തേക്കോ ഈ രാജ്യത്തിന്റെ ഉള്ളിലേക്കോ പോകാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ജനം അവർക്ക് അറിയുന്ന 18 പരിപാടി നോക്കി. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്തു? ഈ ജെറീക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റിയില്ല. അവർ വിഷമിച്ചിരുന്നപ്പോൾ ദൈവം ജോഷിയോട് പറഞ്ഞു, നീ പുരോഹിതന്മാരോട് പറയുക, 7 പുരോഹിതന്മാർ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ ജെറീക്കോ പട്ടണത്തെ ചുറ്റണം, ഈ കോട്ടയെ ചുറ്റണം. 7 പുരോഹിതന്മാർ 6 ദിവസത്തേക്ക് ഒരു പ്രാവശ്യം ഈ ജെറീക്കോ കോട്ടയെ ചുറ്റണം. 7-ാം ദിവസം എന്ത് ചെയ്യണം? 7 പുരോഹിതന്മാർ 7 പ്രാവശ്യം കാഹളം ഊതിക്കൊണ്ട് ദൈവത്തിന്റെ പെട്ടകം വഹിച്ചുകൊണ്ട് ചുറ്റണം. 7-ാമത്തെ ദിവസം എല്ലാവരോടും അട്ടഹസിക്കാൻ പറഞ്ഞു. അതായത് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞു 6 ദിവസത്തേക്ക്. 7-ാം ദിവസം എന്ത് ചെയ്യുന്നു? 7 പ്രാവശ്യം ദൈവത്തിന്റെ പേട്ടകം വഹിച്ചുകൊണ്ട് ചുറ്റുക. എന്നിട്ട് എന്ത് ചെയ്യും? സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇസ്രായേൽ ജനം വിചാരിച്ചു എന്ത് ചെയ്യും? അവരുടെ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ ഈ കോട്ട തകർക്കാന്ന് വിചാരിച്ചു. പക്ഷെ തകർന്നില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവർക്കൊരു ക്രമം കൊടുത്തു. നിങ്ങൾ ഇന്ന രീതിയിൽ ഇത്ര പ്രാവശ്യം ഇത്ര ദിവസത്തേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ തന്നെ ജോഷുവ പ്രവർത്തിച്ചു. എല്ലാ ദിവസവും ദൈവത്തിന്റെ പെട്ടകം വഹിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ 6 ദിവസം ഈ ജെറീക്കോ പട്ടണം, അതായത് കോട്ടയ്ക്ക് മുഴുവൻ ചുറ്റി. 7-ാം ദിവസം എന്ത് ചെയ്തു? 7 പുരോഹിതന്മാർ 7 പ്രാവശ്യം ദൈവത്തിന്റെ പെട്ടകം ഉപയോഗിച്ചുകൊണ്ട് ഈ കോട്ട ചുറ്റി. അതിനുശേഷം എന്ത് ചെയ്തു? ഇവര് സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മളാണെങ്കിൽ പറയും എന്ത് ചെയ്യും? 7 പ്രാവശ്യം ചുറ്റി, ഇനി എന്തിനാ സന്തോഷം? ഈ കോട്ട തകർന്നിട്ട് സന്തോഷിച്ചാൽ പോരെ. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർ വിശ്വസിച്ചു. ദൈവം പറഞ്ഞാൽ, ഇങ്ങനെ ദൈവം പറഞ്ഞതുപോലെ ചെയ്താൽ ഈ കോട്ട തകരുമെന്ന് അവർ വിശ്വസിക്കുകയും അത് സന്തോഷിക്കുകയും ചെയ്തു. ജോഷിയുടെ പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക, അല്ല ഇവിടെ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോട്ട തകർന്നു. ദൈവം പറഞ്ഞതുപോലെ ഒരു ക്രമം ഉപയോഗിച്ച് അവർ ചെയ്തു. നമ്മളെ ചെയ്യുന്ന നമ്മൾ നിയോഗ പ്രാർത്ഥന ഇന്ന് മുതൽ 31 ദിവസത്തേക്ക് നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. 31 ദിവസത്തേക്ക് 33 പ്രാവശ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും 5:30 യൂട്യൂബിൽ നിയോഗ പ്രാർത്ഥന സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിയോഗത്തിരി കത്തിച്ചുകൊണ്ട് 33 പ്രാവശ്യം ഈശോയെ എൻ്റെ നിയോഗങ്ങൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമെന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കും. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? വിശ്വാസിച്ചു. അതായത് ഈ ജെറീക്കോ കോട്ട തകരുമെന്ന്. അവരുടെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും അവരെ യുദ്ധവീരന്മാരെ കൊണ്ടൊക്കെ പരിശ്രമിച്ചിട്ട് കിട്ടാത്ത ഒരു കാര്യം ദൈവത്തിന്റെ ആശ്രയിച്ചുകൊണ്ട് വചനം ഉപയോഗിച്ചപ്പോൾ അത് തകർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഇന്നു മുതൽ ഒരു 31 ദിവസത്തേക്ക് രാവിലെ 5:30 എണീറ്റ് യൂട്യൂബിൽ നിയോഗ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. രണ്ടാമതായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർ ആഹ്ലാദിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 5:30 എണീക്കണല്ലോ, കഷ്ടപ്പാടാണല്ലോ. നമ്മൾ 5:30 എണീക്കുക എന്ത് ചെയ്യും? നമ്മുടെ ജീവിത പങ്കാളി പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? മക്കൾ പറയും, അമ്മയ്ക്ക് ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പനും അമ്മയും പറയും, കടന്നുറങ്ങേണ്ട സമയമാണ്, ഇവർ രാവിലെ എണീക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെന്താ? സന്തോഷത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് എന്ത് ചെയ്യും? നമ്മളോട് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷ ആളുകളെ നമ്മൾ കൂടെ നിർത്തണം. ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലർ നമ്മൾ ചെറിയ പിള്ളേരൊക്കെ വിളിച്ചുണർത്തും, 5:30 പ്രാർത്ഥിക്കും. ആ കൊച്ചു നമ്മളെ വഴക്കും പറഞ്ഞ് തെറിയും പറഞ്ഞ് എൻ്റെ ഉറക്കവും കളഞ്ഞ് പ്രാഗിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, മറിച്ച് എന്ത് ചെയ്യും? സന്തോഷത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ നിയോഗ പ്രാർത്ഥന 31 ദിവസം 31 പ്രാവശ്യം നിയോഗത്തിരി കത്തിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം.
മോശ കരങ്ങൾ ഉയർത്തി ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മോശകൾ എപ്പോഴൊക്കെ കരങ്ങൾ ഉയർത്തിയോ അപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ഈ രണ്ട് കരങ്ങളിലും ഉയർത്തിക്കൊണ്ട് മോശയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു ആധ്യാത്മിക യുദ്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വലത് കരങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് കൊണ്ടുവരാം. കുടുംബമായിരിക്കാം, ജോലിയായിരിക്കാം, മക്കളായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, നല്ല കുഞ്ഞുങ്ങളെ ആയിരിക്കാം, അതെല്ലാം നമുക്ക് കൊണ്ടുവരാം. ഇടത് കരങ്ങളിൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ മുഴുവൻ, ഈ ആരാധന കുടുംബത്തെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.